ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ട് അരിയൊന്നും കുതിർത്തരയ്ക്കാതെ നമുക്ക് അരിപ്പൊടി കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അരിപ്പൊടി തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കുപ്പി ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനും ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ടകളില്ലാതെ ഒന്ന് നല്ലപോലെ ഒന്ന് കലക്കി കൊടുക്കുക, മിക്സാക്കി എടുക്കുക. ഫ്ലെയിം ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ഈ മാവ് ഒന്ന് കപ്പി കാച്ചി എടുക്കാമെന്ന് പറയത്തില്ല, അതുപോലെ ഒന്ന് കപ്പി കാച്ചി എടുക്കുക. ഇതുപോലെ നല്ലപോലെ ഒന്ന് കുറുകി വരണം. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ, അരിപ്പൊടിയല്ലേ. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ പരുവായി വന്നിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുകും. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ആ കപ്പി കാച്ചിയത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ 1 കപ്പ് അരിപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 ഏലക്കയുടെ കുരു മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. മധുരം ഞാൻ കുറച്ച് തയ്യാറാക്കുന്ന, കറിയൊക്കെ കൂട്ടി കഴിക്കാൻ കണക്കാക്കിയുള്ള രീതിയിൽ കേട്ടോ. ഞാൻ പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ്, നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി വെള്ളം കൂടെ ഒഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 2 ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. ഈ കപ്പിന് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടാൽ ഞാൻ മിക്സ് ആക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ശ്വാസം മുട്ടിൻ്റെയൊക്കെ പ്രയാസം ഉള്ളതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് സംസാരിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറയുമ്പോൾ നല്ലോണം സംസാരിക്കും, വീണ്ടും കൂടുമ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ അരഞ്ഞ് കിട്ടണം. അത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാവെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി അടച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഇത് തുറന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചൂടുവെള്ളത്തിലൊന്നും ഇറക്കി വെക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ദാ ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് കണ്ടോ, നല്ലപോലെ പൊന്തി പൊലിച്ച് നല്ലപോലെ ഇതായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കണ്ടോ. അപ്പോൾ ഞാനിനി മാവ് ഒരുപാട് കുത്തി മറിക്കുന്നൊന്നുമില്ല, ഇളക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ നമുക്കിനി മാവ് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി സ്റ്റീലിൻ്റെ പ്ലേറ്റിലായാലും ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇതിൽ ചെയ്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് വിട്ട് വരികയും ചെയ്യും. നെയ്യിൽ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, നെയ്ക്ക് ഒരു പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് മാവെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനപ്പോൾ ഒരു വട്ടയപ്പത്തിന് കണക്കാക്കിയുള്ള മാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ആൾ കൂടുതലുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് മാവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ മാവെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഡ്ഡലി പാത്രം വെള്ളം അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ഇഷ്ടം, എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഒക്കെ ഒരു ഇഷ്ടപ്പെടും അല്ലേ. അപ്പോൾ കറുത്ത മുന്തിരി എൻ്റെ ഇരുന്ന് ഞാൻ അതും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 25 അല്ലെങ്കിൽ 30 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഒരുപാട് തീ ഒന്നും കൂട്ടി വെക്കുന്നില്ല, ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ദാ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ.
ഇപ്പം നോക്കിയപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. ഇപ്പം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം അകത്തി കൊടുക്കുക ഇതുപോലെ ഒന്ന്. അതിന് ശേഷം നമുക്ക് കയ്യിൽ തന്നെ തട്ടിയെടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മുടെ അടിപൊളി സോഫ്റ്റായിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയോ മട്ടനോ ബീഫിൻ്റെ ഏത് കറിയുടെ ആയാലും നിങ്ങൾക്ക് കഴിക്കാം. ഇനി ചിക്കൻ സ്റ്റൂ, മട്ടൻ സ്റ്റൂ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കറി വേണ്ടാന്നുള്ളവർ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം കൂടുതൽ എടുക്കാം, കുറച്ച് മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ക്രിസ്മസിന് ഇതാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പറയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻ്റായിട്ട്. നല്ല സോഫ്റ്റ് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.